ഡിയർ ഫ്രണ്ട്സ്, നീനാസ് PSC പോയിൻറ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ഭാരത സർക്കാർ നൽകുന്ന 10 പ്രധാന ബഹുമതികൾ, 4 സിവിലിയൻ പുരസ്കാരങ്ങൾ, 3 യുദ്ധകാല ധീരതാ പുരസ്കാരങ്ങൾ, 3 സമാധാനകാല ധീരതാ പുരസ്കാരങ്ങൾ എന്നിവ. സിവിലിയൻ അവാർഡുകൾ എന്നാൽ വ്യക്തികളുടെ വിവിധ മേഖലകളിലെ അസാധാരണ നേട്ടങ്ങളെയും സംഭാവനകളെയും അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതികളാണ്. ഇന്ത്യയിലെ 4 പ്രധാന സിവിലിയൻ അവാർഡുകളാണ് ഭാരതരത്ന, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നിവ. ഈ 4 സിവിലിയൻ പുരസ്കാരങ്ങളും നൽകിത്തുടങ്ങിയ വർഷം 1954. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി ഏത് എന്ന് ചോദിച്ചാൽ ഭാരതരത്ന, ഭാരതത്തിൻ്റെ രത്നം എന്നർത്ഥം. സൂര്യൻ്റെ എംബോസ് ചെയ്ത ചിത്രവും ഭാരത് രത്ന എന്നീ വാക്കുകളും ഒരു വശത്തും ഇന്ത്യയുടെ ചിഹ്നവും സത്യമേവ ജയതയും മറുവശത്തുമുള്ള അരിയാൽ ഇലയുടെ ആകൃതിയിലുള്ള വെങ്കലപ്പതക്കം രൂപകൽപ്പന ചെയ്തത് പ്രസിദ്ധ ചിത്രകാരനായ നന്ദലാൽ ബോസ് ആണ്. വെങ്കലപ്പതക്കം വെളുത്ത റിബണിൽ ഘടിപ്പിച്ച് കഴുത്തിൽ അണിയുന്നു. 1954 ഭാരതരത്നയുടെ ആദ്യ സ്വീകർത്താക്കൾ സി രാജഗോപാലാചാരി, സർവേപ്പള്ളി രാധാകൃഷ്ണൻ, CV രാമൻ എന്നിവർ. ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ 3 വ്യക്തികൾ ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലായിരുന്ന സി രാജഗോപാലാചാരി, 1952-62 കാലത്ത് ഇന്ത്യയുടെ വൈസ് പ്രസിഡൻറ്റും 1962-67 ഇന്ത്യയുടെ പ്രസിഡൻറ്റുമായിരുന്ന S രാധാകൃഷ്ണൻ, ഇന്ത്യയുടെ ആദ്യ ഫിസിക്സ് നോബൽ സമ്മാന ജേതാവ് CV രാമൻ എന്നിവർ. ഇവരെ ഓർക്കാൻ ഒരു കോഡ്: രാജ രാധാരാം, രാജ രാധാരാം. സി രാജഗോപാലാചാരി, S രാധാകൃഷ്ണൻ, CV രാമൻ. ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, AB വാജ്പേയി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ സക്കീർ ഹുസൈൻ, VV ഗിരി, പ്രണബ് മുഖർജി, മദർ തെരേസ തുടങ്ങിയവരുൾപ്പെടെ ഇതുവരെ ഭാരതരത്ന ലഭിച്ചവർ 53 പേർ. പ്രഖ്യാപിച്ചിട്ടും ഇതുവരെ സ്വീകരിക്കപ്പെടാത്ത ഭാരതരത്ന ആരുടെ പേരിൽ എന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസ്. ഭാരത് രത്ന ലഭിച്ച 2 വിദേശികൾ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ, നെൽസൺ മണ്ടേല എന്നിവർ. ഭാരതരത്ന ലഭിച്ച ഏക കായിക താരവും പ്രായം കുറഞ്ഞ വ്യക്തിയും സച്ചിൻ ടെണ്ടുൽക്കർ 40 വയസ്സുള്ളപ്പോൾ. ഭാരതരത്ന ലഭിച്ച പ്രായം കൂടിയ വ്യക്തി ദോണ്ടോ കേശവ് കാർവെ 100 വയസ്സുള്ളപ്പോൾ. ഭാരതരത്ന ഏറ്റവും അവസാനമായി നൽകിയ വർഷം 2024. പ്രതിവർഷം പരമാവധി 3 ഭാരതരത്നയാണ് പ്രഖ്യാപിക്കാറുള്ളത്. എന്നാൽ 1999 4-ഉം 2024 5-ഉം ഭാരതരത്ന പ്രഖ്യാപിക്കപ്പെട്ടു. 2024 പ്രഖ്യാപിക്കപ്പെട്ട 5 ഭാരതരത്ന ജേതാക്കൾ ചരൺ സിംഗ്, PV നരസിംഹറാവു, ലാൽകൃഷ്ണ അദ്വാനി, കർപ്പൂരി താക്കൂർ, MS സ്വാമിനാഥൻ എന്നിവർ. മുൻ പ്രധാനമന്ത്രിമാരായ ചരൺ സിംഗ്, PV നരസിംഹറാവു, മുൻ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായ ലാൽകൃഷ്ണ അദ്വാനി, മുൻ ബീഹാർ മുഖ്യമന്ത്രി കർപ്പൂരി താക്കൂർ, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥൻ എന്നിവരാണ് 2024 ഭാരതരത്ന നേടിയവർ. ഇത് ഓർക്കാനൊരു കോഡ്: നരസിംഹസ്വാമി ചരണത്തിൽ കൃഷ്ണാഷ്ടമിക്കൊരു കർപ്പൂര ഹോമം. നരസിംഹസ്വാമിയുടെ ചരണത്തിൽ കൃഷ്ണാഷ്ടമിക്കൊരു കർപ്പൂര ഹോമം. നരസിംഹം, PV നരസിംഹറാവു,
സ്വാമി MS സ്വാമിനാഥൻ, ചരണം ചരൺ സിംഗ്, കൃഷ്ണാഷ്ടമി ലാൽകൃഷ്ണ അദ്വാനി, കർപ്പൂര ഹോമം കർപ്പൂരി താക്കൂർ. അടുത്തതായി പത്മ പുരസ്കാരങ്ങൾ. 1954 ജനുവരി 2 പ്രഖ്യാപിക്കുന്ന സമയത്ത് പത്മ പുരസ്കാരങ്ങളുടെ പേര് പത്മവിഭൂഷൺ ക്ലാസ് 1, പത്മവിഭൂഷൺ ക്ലാസ് 2, പത്മവിഭൂഷൺ ക്ലാസ് 3 എന്നിങ്ങനെയായിരുന്നു. 1955 ജനുവരി 15 അവയെ യഥാക്രമം പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്ന് പുനർനാമകരണം ചെയ്തു. ആദ്യമായി പത്മവിഭൂഷൺ. ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് പത്മവിഭൂഷൺ. മെഡലിൻ്റെ ഒരു വശത്ത് താമരപ്പൂവ്, മേലെ പത്മ, താഴെ വിഭൂഷൺ എന്ന് ദേവനാഗരി ലിപിയിൽ എഴുത്ത്. മറുവശത്ത് ഇന്ത്യയുടെ ചിഹ്നവും സത്യമേവ ജയതേ എന്ന ആലേഖനവും. ഇതാണ് മെഡലിൻ്റെ രൂപകൽപ്പന. മെഡൽ തൂക്കിയിടുന്നത് പിങ്ക് നിറമുള്ള റിബണിലാണ്. 1954 ആരംഭിച്ച വർഷം തന്നെ പത്മവിഭൂഷൺ നേടിയ മലയാളി VK കൃഷ്ണമേനോൻ, പബ്ലിക് അഫയേഴ്സ് വിഭാഗത്തിൽ. ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ, പിന്നീട് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ എന്നിവയായിരുന്ന VK കൃഷ്ണമേനോനാണ് പത്മവിഭൂഷൺ നേടിയ ആദ്യത്തെ മലയാളി. 2025 പത്മവിഭൂഷൺ നേടിയവർ 7 പേരാണ്. ആർട്സ് വിഭാഗത്തിൽ നിന്ന് ശാരദാ സിൻഹ, കുമുദിനി ലാഖിയ, L സുബ്രഹ്മണ്യം, പബ്ലിക് അഫയേഴ്സിൽ ജഗദീഷ് സിംഗ് കേഹർ, മെഡിസിനിൽ നാഗേശ്വര റെഡ്ഡി, ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ഒസാമ സുസുക്കി, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ MT വാസുദേവൻ നായർ. മലയാള സാഹിത്യകാരൻ MT വാസുദേവൻ നായർ. സുസുക്കി കോർപ്പറേഷൻ ചെയർമാനായിരുന്ന ജപ്പാനിലെ ഒസാമ സുസുക്കി. പ്രസിദ്ധ ഫോൾക്ക് സോങ് ഗായിക ശാരദാ സിൻഹ എന്നിവർക്ക് പത്മവിഭൂഷൺ നൽകിയിരിക്കുന്നത് മരണാനന്തരമാണ്. ഓർക്കുക, 2025 പത്മവിഭൂഷൺ നേടിയ മലയാളി MT വാസുദേവൻ നായർ. ഇതോടൊപ്പം ഓർക്കുക, 2024 പത്മവിഭൂഷൺ ലഭിച്ചവർ 5 പേർ. പബ്ലിക് അഫയേഴ്സ് വെങ്കയ്യ നായിഡു. ആർട്സ് വൈജയന്തിമാല, ചിരഞ്ജീവി, പത്മ സുബ്രഹ്മണ്യം എന്നിവർ. സോഷ്യൽ വർക്ക് ബിന്ദേശ്വർ പഥക്. 2017-2022 കാലത്ത് ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു വെങ്കയ്യ നായിഡു. വൈജയന്തിമാല, ചിരഞ്ജീവി എന്നിവർ പ്രസിദ്ധ ചലച്ചിത്ര താരങ്ങൾ. പത്മ സുബ്രഹ്മണ്യം പ്രസിദ്ധ നർത്തകി. മരണാനന്തരം പത്മവിഭൂഷൺ ലഭിച്ച ബിന്ദേശ്വർ പഥക് ബീഹാറിലെ സാമൂഹിക സേവകൻ. അടുത്തത് പത്മഭൂഷൺ. ഭാരതരത്നം, പത്മവിഭൂഷൺ എന്നിവ കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡാണ് പത്മഭൂഷൺ. മെഡലിൻ്റെ രൂപകൽപ്പന പത്മവിഭൂഷൺ പോലെ തന്നെ. മെഡലിലെ എഴുത്ത് പത്മഭൂഷൺ. മാത്രമല്ല, പിങ്ക് നിറമുള്ള റിബണിൻ്റെ നടുവിൽ ഒരു വെളുത്ത വര കൂടിയുണ്ട്. 1954 ആരംഭിച്ച വർഷം തന്നെ പത്മഭൂഷൺ നേടിയ മലയാളി മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ. പത്മഭൂഷൺ നേടിയ ആദ്യത്തെ മലയാളി വള്ളത്തോൾ നാരായണ മേനോൻ, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ. 2025 പത്മഭൂഷൺ ലഭിച്ചവർ 19 പേരാണ്. ഇവരിൽ പുരസ്കാരം ലഭിച്ച 2 കേരളീയരെ പ്രത്യേകം ഓർക്കുക. സ്പോർട്സിൽ PR ശ്രീജേഷ്, മെഡിസിനിൽ ജോസ് ചാക്കോ പെരിയപ്പുറം. 2025 പത്മഭൂഷൺ നേടിയ കേരളീയർ പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പർ
PR ശ്രീജേഷ്, ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനായ ജോസ് ചാക്കോ പെരിയപ്പുറം എന്നിവർ. ചലച്ചിത്രതാരം ശോഭനയും 2025 പത്മഭൂഷൺ നേടിയിട്ടുണ്ടെങ്കിലും ശോഭന തമിഴ്നാടിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഈ നേട്ടം കൈവരിച്ചത്. 2025 പത്മഭൂഷൺ നേടിയ മറ്റു പ്രമുഖർ തമിഴ് നടൻ അജിത്ത്, കന്നഡ നടൻ അനന്ത് നാഗ്, തെലുങ്ക് നടൻ നന്ദമൂരി ബാലകൃഷ്ണ, ഗസൽ ഗായകൻ പങ്കജ് ഉദാസ്, മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി മനോഹർ ജോഷി, മുൻ ബീഹാർ ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ മോഡി എന്നിവർ. ഇതോടൊപ്പം ഓർക്കുക, 2024 പത്മഭൂഷൺ ലഭിച്ചവർ 17 പേർ. ഇവരിൽ പുരസ്കാരം ലഭിച്ച 2 കേരളീയർ ജസ്റ്റിസ് ഫാത്തിമ ബീവി, ഒ രാജഗോപാൽ എന്നിവർ. 2024 പത്മഭൂഷൺ ലഭിച്ച മറ്റു പ്രമുഖർ: ബംഗാളിൽ നിന്ന് ഗായിക ഉഷ ഉദുപ്പ്, തമിഴ് നടൻ വിജയകാന്ത്, ഹിന്ദി നടൻ മിഥുൻ ചക്രവർത്തി തുടങ്ങിയവർ. ഓർക്കുക, 2024 പത്മഭൂഷൺ നേടിയ മലയാളികൾ: ജസ്റ്റിസ് ഫാത്തിമ ബീവി, ഒ രാജഗോപാൽ. 2025 പത്മഭൂഷൺ നേടിയ മലയാളികൾ: PR ശ്രീജേഷ്, ജോസ് ചാക്കോ പെരിയപ്പുറം എന്നിവർ. പത്മശ്രീ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന 4ാമത്തെ സിവിലിയൻ അവാർഡാണ് പത്മശ്രീ. പത്മശ്രീ മെഡലിൻ്റെ രൂപകൽപ്പന പത്മവിഭൂഷൺ, പത്മഭൂഷൺ എന്നിവ പോലെ തന്നെയാണ്. പത്മശ്രീ എന്ന മെഡലിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. ഇവിടെ പിങ്ക് നിറമുള്ള റിബണിൽ വീതിയുള്ള 2 വെളുത്ത ബാൻഡുകളാണ് ഉള്ളത്. 1954 പത്മശ്രീ ആരംഭിച്ച വർഷം കായംകുളം സ്വദേശിയായ കാർട്ടൂണിസ്റ്റ് ശങ്കർ പത്മശ്രീ നേടിയിട്ടുണ്ടെങ്കിലും അത് ഡൽഹിയെ പ്രതിനിധീകരിച്ചായിരുന്നു. 1955 ആദ്യത്തെ പത്മശ്രീ കേരളത്തിലേക്ക് എത്തിയത്, മെഡിസിനിൽ പേരകത്ത് വർഗീസ് ബെഞ്ചമിനിലൂടെ. ക്ഷയരോഗത്തിനെതിരായ പോരാട്ടം ജീവിതവ്രതമാക്കിയ ഡോക്ടർ PV ബെഞ്ചമിൻ ആണ് പത്മശ്രീ നേടിയ ആദ്യത്തെ കേരളീയൻ. പത്മശ്രീ നേടിയ ആദ്യ കേരളീയൻ ഡോക്ടർ PV ബെഞ്ചമിൻ. 2025 ഇന്ത്യയിൽ പത്മശ്രീ ലഭിച്ചവരുടെ എണ്ണം 113. 19 പത്മഭൂഷൺ, 7 പത്മവിഭൂഷൺ എന്നിവയടക്കം 2025 പത്മപുരസ്കാരം നേടിയവർ 139 പേർ. 2025 പത്മശ്രീ ലഭിച്ച 2 മലയാളികളാണ് IM വിജയൻ, ഡോക്ടർ K ഓമനക്കുട്ടി എന്നിവർ. 2025 പത്മശ്രീ ജേതാക്കളായ മലയാളികൾ: മുൻ ഇന്ത്യൻ ഫുട്ബോളർ IM വിജയൻ, പ്രമുഖ സംഗീതജ്ഞ ഡോക്ടർ K ഓമനക്കുട്ടി എന്നിവർ. 2025 പത്മശ്രീ ലഭിച്ച മറ്റു ചില പ്രമുഖരാണ്: ഇന്ത്യൻ ക്രിക്കറ്റ് താരം അശ്വിൻ, ഗോവ വിമോചന പ്രവർത്തക 100 വയസ്സുകാരിയായ ലിബിയ ലോബോ സർദേശായി. ക്രിക്കറ്റ് താരം അശ്വിൻ, ഗോവ വിമോചന പ്രവർത്തക ലിബിയ ലോബോ സർദേശായി. പത്മശ്രീ ജേതാക്കളായ 2 മലയാളികൾ: IM വിജയൻ, K ഓമനക്കുട്ടി 2025 വർഷത്തിൽ. ഇതോടൊപ്പം ഓർക്കുക, 2024 പത്മശ്രീ ജേതാക്കൾ 110 പേർ. 17 പത്മഭൂഷൺ, 5 പത്മവിഭൂഷൺ അടക്കം 2024 പത്മ പുരസ്കാരങ്ങളുടെ എണ്ണം 132. 2024 പത്മശ്രീ ജേതാക്കളായ കേരളീയർ 6 പേരാണ്: P ചിത്രൻ നമ്പൂതിരിപ്പാട്, സദനം ബാലകൃഷ്ണൻ, സത്യനാരായണ ബലേരി, EP നാരായണൻ, മുനി നാരായണ പ്രസാദ്, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി എന്നിവർ. വിദ്യാഭ്യാസ വിചക്ഷണനായ P ചിത്രൻ നമ്പൂതിരിപ്പാടിന് മരണാനന്തരമാണ് പത്മശ്രീ ലഭിച്ചത്.
കഥകളി അധ്യാപകൻ സദനം ബാലകൃഷ്ണൻ, നെൽവിത്ത് സംരക്ഷകൻ സത്യനാരായണ ബലേരി, തെയ്യം കലാകാരൻ ഇ.പി. നാരായണൻ, വർക്കല ശ്രീനാരായണ ഗുരുകുലം അധ്യക്ഷനും ഗ്രന്ഥകർത്താവുമായ മുനി നാരായണ പ്രസാദ്, ശ്രീ ചിത്തിര തിരുനാളിൻ്റെ അനന്തരവളും എഴുത്തുകാരിയുമായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി എന്നിവർ ആണ് മറ്റ് 5 പേർ. അടുത്തത് ഇന്ത്യയിലെ ഗാലൻട്രി അവാർഡുകൾ. അസാമാന്യമായ ധീരതക്കും ശൗര്യത്തിനും മാന്യതക്കും സമ്മാനിക്കുന്ന പുരസ്കാരങ്ങളാണ് ഗാലൻട്രി അവാർഡുകൾ അഥവാ ധീരതാ പുരസ്കാരങ്ങൾ. 1950 ജനുവരി 26 ഭാരത സർക്കാർ പ്രഖ്യാപിച്ച 3 ധീരതാ പുരസ്കാരങ്ങളാണ് പരമവീരചക്രം, മഹാവീരചക്രം, വീരചക്രം എന്നിവ. 1947 ഓഗസ്റ്റ് 15 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് അവാർഡ് പ്രഖ്യാപനം. സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലുമായി വർഷത്തിൽ 2 തവണ ഇവ നൽകുന്നു. 1952 ജനുവരി 4 ഭാരത സർക്കാർ 3 ധീരതാ പുരസ്കാരങ്ങൾ കൂടി ഏർപ്പെടുത്തി. അവയാണ് അശോകചക്രം ക്ലാസ് 1, അശോകചക്രം ക്ലാസ് 2, അശോകചക്രം ക്ലാസ് 3 എന്നിവ. ഈ പുരസ്കാരങ്ങൾക്കും 1947 ഓഗസ്റ്റ് 15 മുതൽ പ്രാബല്യമുണ്ടായിരുന്നു. 1967 ജനുവരിയിൽ ഈ പുരസ്കാരങ്ങളുടെ പേരുകൾ യഥാക്രമം അശോകചക്രം, കീർത്തിചക്രം, ശൗര്യചക്രം എന്നാക്കി മാറ്റി. ധീരതാ പുരസ്കാരങ്ങളെ പ്രധാനമായും 2 തിരിക്കാം. 1 യുദ്ധകാല ധീരതാ പുരസ്കാരങ്ങൾ, 2 സമാധാനകാല ധീരതാ പുരസ്കാരങ്ങൾ. ശത്രുക്കൾക്കെതിരെ യുദ്ധരംഗത്തെ പോരാട്ടങ്ങളിൽ കാണിക്കുന്ന ശൗര്യത്തിനാണ് യുദ്ധകാല ധീരതാ പുരസ്കാരങ്ങൾ. യുദ്ധകാല ധീരതാ പുരസ്കാരങ്ങളാണ് പരമവീരചക്രം, മഹാവീരചക്രം, വീരചക്രം എന്നിവ. സമാധാനകാല ധീരതാ പുരസ്കാരങ്ങളാണ് അശോകചക്രം, കീർത്തിചക്രം, ശൗര്യചക്രം എന്നിവ. ആദ്യമായി പരമവീരചക്രം. യുദ്ധരംഗത്ത് പ്രകടിപ്പിക്കുന്ന അസാധാരണമായ ധൈര്യത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതിയാണ് പരമവീരചക്രം. ഭാരതരത്ന കഴിഞ്ഞാൽ 2ാമത്തെ വലിയ ദേശീയ ബഹുമതിയാണ് പരമവീരചക്രം. പരമവീരചക്രം എന്ന വാക്കിൻ്റെ അർത്ഥം അത്യുന്നതമായ ധീരതയുടെ ചക്രം. വൃത്താകൃതിയുള്ള വെങ്കലപ്പതക്കത്തിൻ്റെ മധ്യഭാഗത്ത് ദേശീയ ചിഹ്നവും 4 ഭാഗത്തുമായി ഇന്ദ്രദേവൻ്റെ വജ്രായുധവും മറുവശത്ത് പരംവീർ ചക്ര എന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ആലേഖനം ചെയ്തുമാണ് പരമവീരചക്രത്തിൻ്റെ രൂപകൽപ്പന. റിബണിൻ്റെ നിറം പർപ്പിൾ. ധീരതാ പുരസ്കാരങ്ങളെല്ലാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സാവിത്രി കനോൽക്കർ എന്ന വനിതയാണ്. സാവിത്രി ഖനോൽക്കർ. ഇന്ത്യയിൽ ഇതുവരെയായി 21 പേർക്കാണ് പരമവീരചക്രം നൽകിയിട്ടുള്ളത്. അതിൽ 14 എണ്ണം മരണാനന്തരം. പരമവീരചക്രം ആദ്യം ലഭിച്ച ധീരയോദ്ധാവ് മേജർ സോംനാഥ് ശർമ്മ. 1947 ഒക്ടോബർ 27 ലഷ്കർ ഗോത്രവർഗക്കാർ പാകിസ്ഥാൻ്റെ സഹായത്തോടെ ജമ്മു കാശ്മീരിൽ നടത്തിയ കടന്നുകയറ്റത്തെ പ്രതിരോധിച്ചതിനാണ് മേജർ സോംനാഥ് ശർമ്മയ്ക്ക് മരണാനന്തരം പരമവീരചക്രത്തിന് അർഹനായത്. അടുത്തത് മഹാവീരചക്രം. കരയിലോ കടലിലോ ആകാശത്തോ യുദ്ധസമയത്ത് കാണിക്കുന്ന അസാധാരണ ധീരതയ്ക്ക് സായുധ സേനാംഗങ്ങൾക്ക് നൽകുന്ന 2ാമത്തെ ഉയർന്ന സൈനിക ബഹുമതിയാണ് മഹാവീരചക്രം. വൃത്താകൃതിയിലുള്ള വെള്ളിപ്പതക്കത്തിൻ്റെ ഒരു വശത്ത് 5 കോണുകളുള്ള നക്ഷത്രത്തിനുള്ളിൽ ദേശീയ ചിഹ്നം, മറുവശത്ത് മഹാവീർ ചക്ര എന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ആലേഖനം. ഇങ്ങനെയാണ് മെഡലിൻ്റെ രൂപകൽപ്പന. റിബണിൻ്റെ നിറം പകുതി വെള്ളയും
പകുതി ഓറഞ്ചും. വീരചക്രം യുദ്ധകാലത്തെ സേവനങ്ങൾക്ക് സൈനികർക്ക് നൽകുന്ന മൂന്നാമത്തെ പരമോന്നത സൈനിക ബഹുമതിയാണ് വീരചക്രം. മഹാവീരചക്രത്തിന് സമാനമെങ്കിലും ദേശീയ ചിഹ്നം കുറെ കൂടി ഇതിൻ്റെ രൂപകൽപ്പനയിൽ വലുതായി കാണിച്ചിട്ടുണ്ട്. മറുവശത്ത് വീർ ചക്ര എന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതിയിരിക്കുന്നു. റിബണിൻ്റെ നിറം പകുതി ഡാർക്ക് ബ്ലൂ, പകുതി സാഫ്രോൺ ഓറഞ്ച്. അടുത്തത് സമാധാനകാല ധീരതാ പുരസ്കാരങ്ങൾ. ശത്രുമുഖത്തല്ലാതെ കാണിക്കുന്ന ധീരതയ്ക്കും സാഹസികതയ്ക്കും നൽകുന്ന പുരസ്കാരങ്ങളാണ് സമാധാനകാല ധീരതാ പുരസ്കാരങ്ങൾ. അശോകചക്രം, കീർത്തിചക്രം, ശൗര്യചക്രം എന്നിവയാണ് സമാധാനകാല ധീരതാ പുരസ്കാരങ്ങൾ. സമാധാനകാലത്തുള്ള ഏറ്റവും വലിയ ധീരതാ പുരസ്കാരമാണ് അശോകചക്രം. പരമവീരചക്രത്തിന് തുല്യമാണ് സമാധാനകാലത്ത് നൽകുന്ന അശോകചക്രം. സ്വർണ്ണ നിറത്തിൽ വൃത്താകാരത്തിൽ 1.38 ഇഞ്ച് വ്യാസമുള്ള അശോകചക്ര പതക്കത്തിൻ്റെ മധ്യഭാഗത്ത് അശോകചക്രവും ചുറ്റും താമരപ്പൂക്കളുടെ വളയവും. മറുവശത്ത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും വൃത്താകാരത്തിൽ അശോകചക്ര എന്ന് ആലേഖനം. ഇതിൻ്റെ ഇടയിൽ 2 താമരപ്പൂക്കൾ. ഇങ്ങനെയാണ് അശോകചക്രത്തിൻ്റെ രൂപകൽപ്പന. റിബണിൻ്റെ നിറം മധ്യത്തിൽ സാഫ്രോൺ ഓറഞ്ച് വരെയുള്ള ഡാർക്ക് ഗ്രീൻ. ആദ്യത്തെ അശോകചക്ര പുരസ്കാര ജേതാവ് ഇന്ത്യൻ എയർഫോഴ്സ് ഓഫീസർ സുഹാസ് ബിശ്വാസ് 1953. 1952 സീനിയർ ആർമി ഉദ്യോഗസ്ഥരുമായി മടങ്ങുകയായിരുന്ന വിമാനത്തിന് തീപിടിച്ചപ്പോൾ അവിശ്വസനീയമായി വിമാനം ലാൻഡ് ചെയ്ത് എല്ലാ യാത്രക്കാരെയും രക്ഷിച്ചതിനായിരുന്നു സുഹാസ് ബിശ്വാസിന് അശോകചക്ര പുരസ്കാരം. കീർത്തിചക്രം സമാധാനകാലത്ത് നൽകുന്ന രണ്ടാമത്തെ ഉയർന്ന ധീരതാ പുരസ്കാരമാണ് കീർത്തിചക്രം. മഹാവീരചക്രത്തിന് തുല്യമാണ് സമാധാനകാലത്തെ കീർത്തിചക്ര പുരസ്കാരം. വൃത്താകൃതിയുള്ള വെള്ളിപ്പതക്കം, മധ്യഭാഗത്ത് അശോകചക്രം, ചുറ്റും താമരപ്പൂക്കളുടെ വളയം. മറുഭാഗത്ത് കീർത്തിചക്ര എന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ആലേഖനം. ഇവയ്ക്കിടയിൽ ഓരോ താമരപ്പൂ. ഇങ്ങനെയാണ് കീർത്തിചക്രത്തിൻ്റെ രൂപകൽപ്പന. പച്ച നിറമുള്ള റിബൺ ലംബമായ 2 ഓറഞ്ച് വരകളാൽ 3 തുല്യ ഭാഗങ്ങളായി ഭാഗിച്ചിട്ടുണ്ട്. ശൗര്യചക്രം സമാധാനകാലത്ത് നൽകുന്ന മൂന്നാമത്തെ ഉയർന്ന ധീരതാ പുരസ്കാരമാണ് ശൗര്യചക്രം. യുദ്ധകാലത്തെ വീരചക്രത്തിന് തുല്യമാണ് സമാധാനകാലത്തെ ശൗര്യചക്രം. ഇതിൻ്റെ ഡിസൈൻ കീർത്തിചക്രം പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ വെങ്കലപ്പതക്കമാണ്. പിന്നിൽ ശൗര്യചക്ര എന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇവിടെ പച്ച റിബണിനെ 3 ഓറഞ്ച് വരകളാൽ 4 തുല്യ ഭാഗങ്ങളായി ഭാഗിച്ചിരിക്കുന്നു. ഡിയർ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.